സാധാരണ ചോക്കേഴ്സ് ഒക്കെ കണ്ടു, അല്ലെങ്കിൽ ഇമിറ്റേഷൻ ചോക്കേഴ്സ് ഒക്കെ ആണെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഡിസൈൻ തീർച്ചയായിട്ടും നമുക്ക് ലാസ്റ്റായിട്ട് മാം എടുത്തു വെച്ചിരുന്നത് നമ്മുടെ അൺകട്ട് ഡയമണ്ടിൻ്റെ കളക്ഷനാണ്. അൺകട്ട് ഡയമണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി അൺകട്ട് ഡയമണ്ട് അല്ല, പക്ഷെ അൺകട്ട് ഡയമണ്ട് അല്ല എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ അത് അൺകട്ട് ഡയമണ്ട് അല്ല എന്ന്. കാരണം ഇതാ അൺകട്ട് ഡയമണ്ട് തന്നെ. മാം ഇതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് ശരിക്കും ഡയമണ്ടിന് പകരം നമ്മൾ അൺകട്ട് ചെയ്ത AD സ്റ്റോൺസ് വെച്ചിട്ട് ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ ഇംഗ്ലീഷ് മൾട്ടി എന്ന് പറയുന്ന ആ ഒരു കളർ സ്റ്റോൺസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ആൻറ്റിക് ടച്ചും കൂടെ കൊടുക്കുന്നു. ആ ഒരു യെല്ലോ ഷെയ്ഡ് മാറ്റാം. എക്സാക്റ്റ് എന്താണോ അൺകട്ട് ഡയമണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. അൺകട്ട് ഡയമണ്ട് നമ്മൾ ഗോൾഡിൽ എടുക്കുമ്പോൾ 18 ക്യാരറ്റിലാണ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ അതിൽ 50% നമുക്ക് ആ ഒരു മേക്കിംഗ് ചാർജും ഇതിന് വരും മിനിമം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ അൺകട്ട് ഡയമണ്ട് അല്ല എന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ട് ഞാൻ ഈ ശരിക്കുള്ള അൺകട്ട് ഡയമണ്ട് അല്ലേ എന്ന് ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചു. കാരണം അത്ര അൺകട്ട് ഡയമണ്ടിൻ്റെ ആ ഒരു സെയിം കളറും അതുപോലെ ആ ഒരു സെയിം വരുന്ന പാറ്റേൺസ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന സെയിം ഡിസൈൻസിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ യെല്ലോ സഫയർ, ബ്ലൂ സഫയർ, പിങ്ക് സഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് സഫയർ സ്റ്റോൺസ് ഉണ്ട് അല്ലേ, അതുമായിട്ട് റിസംബ്ലൻസ് തോന്നിക്കുന്ന അല്ലെങ്കിൽ അത് തന്നെയാണ് എന്ന് തോന്നിക്കുന്ന സ്റ്റോൺസ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതല്ല എന്ന് നിങ്ങൾ ആരോടെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ തർക്കിച്ച് ചെയ്യിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ ശരിക്കും. അപ്പം അൺകട്ട് ഡയമണ്ടിൻ്റെ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന അതേപോലത്തെ ഡിസൈനിലാണ് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിറച്ചും ഫ്ലോറൽ പ്രിൻസും അതുപോലെ അതിൻ്റെ നടുക്ക് കളേർഡ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് താഴെ ഒരു ലെയർ കംപ്ലീറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മരത്തുള്ളിയുടെ ഷേപ്പിൽ ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന അതേ കളർ കോംബോയിലുള്ള ഒരു ചെറിയ സ്റ്റോണും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ലീഫ് ഷേപ്പിലൊക്കെയുള്ള ഡിസൈൻസ് ഒക്കെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പദ്മയിലുള്ള നമ്മുടെ സ്വന്തം പറക്കാട്ടിൻ്റെ ഷോറൂമിലാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മുമ്പുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾ കേട്ടതുപോലെ ഏകദേശം 86 ഷോറൂംസ്, 100-ലപ്പുറം ഷോറൂംസ് വേൾഡ് വൈഡായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ നിങ്ങൾക്ക് പോയിട്ട് ഈ എന്താ പറയുക കണ്ണഞ്ചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ തിളങ്ങുന്ന ഓർണമെൻറ്റ്സ് അതല്ലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ഒരിക്കലും മറക്കാത്ത ഡേ ആയിട്ട് നിങ്ങൾക്ക് മാറ്റാനും നിങ്ങൾക്ക് ഈ എന്താ പറയുക അധികം ഉപയോഗിക്കാൻ പറ്റാത്ത ഓർണമെൻറ്റ്സ് ഒരുപാട് കാലം റിഗ്രറ്റ് ഇല്ലാതെ നമ്മൾ ഒരുപാട് പൈസ അതിൻ്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്തല്ലോ എന്നുള്ള റിഗ്രഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും വാങ്ങിക്കാനും ആയിട്ട് പറ്റുന്ന ഒരു അവസരം ആണ് നമ്മുടെ പറക്കാട്ട് ഒരുക്കി തരുന്നത്. കുട്ടികൾ അമ്മമാരുടെ ചെരുപ്പും അമ്മമാരുടെ ഷോളും അല്ലെങ്കിൽ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വലുതാകുമ്പം ഒരു പക്ഷെ അവരുടെ കല്യാണമായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമാണ് അവരുടെ ലൈഫിൽ ആ കുഞ്ഞു മനസ്സ് കമ്പയർ ചെയ്യുന്നത്. ആ കുഞ്ഞു മനസ്സ് തൊട്ട് നമ്മൾ സ്വപ്നം കണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ കല്യാണം. ഈ കല്യാണം നമ്മുടെ സ്പെഷ്യൽ ഡേ നമ്മുടെ സ്പെഷ്യൽ ആക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് തന്നെയാണ് അല്ലേ. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ഒരുപാട് ചോക്കേഴ്സ്. അതുപോലെ തന്നെ ബാക്കി ഞാൻ പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ പറയാൻ ഇനിയും എനിക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്, എല്ലാം ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എന്നാലും 1-2 ചോക്കേഴ്സും കൂടി നമുക്കിന്ന് കാണാം. അപ്പം മാം നമുക്ക് അടുത്തത് കാണാം. ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞേ മാം. ഇത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ബ്രൈഡ്സ് കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അതായത് ഇതിന് ചുട്ടി വരും, കമ്മല്, മുടിയിലേക്കിടുന്ന ഇതൊക്കെ ആയിട്ട്. കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കിത് ഈ ഒരു കുന്തൻ പൊളക്കി എന്നൊക്കെ പറയുന്ന വർക്കില്ലേ, എക്സാക്റ്റ് അതിലേക്ക് വരുന്നുമില്ല. കുന്തൻ പൊളക്കി ഞാൻ വേറെ പരിചയപ്പെടുത്താം. ഇത് ശരിക്ക് AD സ്റ്റോൺസ് തന്നെ വെച്ചിട്ട് റൂബി വൈറ്റ് കളർ AD സ്റ്റോൺസ് വെച്ചിട്ട് ഇനാമൽ, തേവ ഇനാമൽ, ഗ്രീൻ ഇനാമൽ, അതുപോലെ തന്നെ ഒരു ബ്രൗണിഷ് ഇനാമൽ, 2 ടൈപ്പ് ഇനാമലും കൂടെ ചേർത്തിട്ട് ചെയ്തേക്കുന്നതാണ്. ശരിക്കും ആ ഒരു ഇതും എല്ലാം
എന്താ പറയുക, ശരിക്കും തേച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്ന പോലെയുള്ള കല്ലിൻ്റെ വർക്കാണ് വരുന്നത്. അപ്പോൾ പക്ക ആ ഒരു റിയൽ ഗോൾഡിൽ വരുന്ന പോലെ തന്നെ ഉള്ള ഒരു ഫിനിഷ് കൊടുത്ത് ചെയ്യുന്നതാണ്. അത് നോർത്ത് ഇന്ത്യൻസിൻ്റെയാണ് കൂടുതലും. ബട്ട് ഇത് ശരിക്ക് ഹിന്ദു ഈവനിങ് ഫങ്ഷൻസിനോ അല്ലെങ്കിൽ റിസപ്ഷൻ അങ്ങനെയുള്ള പ്രോഗ്രാംസിന്, ഈവൻ ക്രിസ്ത്യൻ ബ്രൈഡ്സും ഇതുപോലത്തെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ബ്രൈഡ്സും ഉപയോഗിക്കാറുണ്ട്. ശരിക്കും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് എങ്കിലും നല്ലൊരു ലെഹങ്ക ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഇതും ഒരു നെറ്റിച്ചുട്ടിയും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലൊക്കെ അതിൻ്റെ ഒരു ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് മൊബൈലിൽ പിടിച്ച് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളുടെ കഴുത്തിലും കാതയിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക എത്ര മനോഹരമായിരിക്കുമെന്ന്. അപ്പം നിറച്ചും ഭയങ്കര സ്പാർക്ലിംഗ് ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട്, വൈറ്റ് സ്റ്റോൺസും ഉണ്ട്, അതുപോലെ റൂബി ഉണ്ട്. ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ ഗോൾഡിൽ ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് എമറാൾഡും റൂബിയും തമ്മിലുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിനകത്ത് മുഴുവനായിട്ടും വരുന്നത്. ചെറിയൊരു ഹാങ്ങിങ്ങിൽ റൂബി കൊടുത്തിട്ടുണ്ട്. പിന്നെ നെറ്റിച്ചുട്ടി അടിപൊളിയായിട്ടുള്ള ഒരു നെറ്റിച്ചുട്ടിയുണ്ട്. സാധാരണ നമ്മൾ ഓർണമെൻറ്റ്സ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ സീൻ എന്ന് പറഞ്ഞാൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള നെറ്റിച്ചുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കയറി ഇറങ്ങുന്ന കടകൾ എൻ്റെ ദൈവം എന്തുമാത്രം പോകണം അല്ലേ. അപ്പം അതിൽ ആ ഒരു പ്രശ്നമൊന്നും ഇവിടെ നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടി വരില്ല. പിന്നെ ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്മലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇതാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് വലിച്ചു കുത്തുന്നത്. ഇവിടെ കമ്മലിട്ടിട്ട് ഈ ഒരു രീതിയിൽ മുടി ഇങ്ങനെ വലിച്ചു കുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലാത്തവർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. എന്താ മാം ഇതിൻ്റെ പേരെന്താ? ഇങ്ങനത്തെ കമ്മലിന് എന്താ പറയുക? അത് മുടി മാട്ടി എന്നാണ് മാട്ടി. യെസ്, ഇതാണ് മാട്ടി എന്ന് പറയുന്ന സംഭവം. അപ്പം ചെറിയ കമ്മലാണ് ഇത്. കമ്മൽ വന്നിട്ട് ഒരുപാട് വലിപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും നിറഞ്ഞു നിന്ന് കാണുന്ന നമ്മുടെ ഹെയറിനെ കൂടി കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വീണ്ടും നമുക്ക് പുതിയ ഓർണമെന്റ്സുമായിട്ട് അടുത്ത ഒരു ദിവസം കാണുന്നത് വരെ ബൈ ബൈ.